ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. കുറേ ആയി ഇപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ കറിവേപ്പില പൊട്ടിക്കാൻ ഇറങ്ങിയത് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ നമ്മൾ രാത്രിയിൽ ലൈവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. എൻ്റെ അസുഖങ്ങളും തലവേദന എല്ലാം കൂടി ആവുമ്പോൾ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. മുഴുവൻ ദിവസമൊന്നും ഇല്ല, എന്നാലും ഒരു ഉച്ചവരെയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് രാവിലെ പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിവേപ്പില പറിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി തുടങ്ങി. ഇപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം തൊടാൻ പറ്റുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഡോക്ടറെ കാണിക്കണം. ഈ കയ്യിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ തണുത്ത വെള്ളം തട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ നീര് വന്നിട്ട് ഭയങ്കര ചൊറിച്ചിലും കാലിലും ഉണ്ട് കേട്ടോ. കാലിൻ്റെ ഈ വിരലിൻ്റെ തുമ്പയിലൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓർഡർ തെറ്റിപ്പോയിട്ടോ. ഈ ലൈവ് ചെയ്ത് ഒത്തിരി രാത്രിയാവും കിടക്കാൻ, ചിലപ്പോൾ 1:30-2 മണിയൊക്കെ ആവും. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പിന്നെ എൻ്റെ ശ്വാസം മുട്ടൽ ഇച്ചിരി കൂടിയിട്ടുണ്ട്, ചുമയുണ്ട്. എന്നാലും ഇന്ന് നമുക്കൊരു ഫുൾ വീഡിയോ കാണാം, ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അലക്കാനുള്ളത് ഞാൻ രാവിലെ തന്നെ മെഷീനകത്ത് തന്നെ ഇട്ടു കേട്ടോ. ഏകദേശം തീരാറായി. ഇനി ഒരു 29 മിനിറ്റ് കൂടി ബാക്കി കിടപ്പുണ്ട്. ഇവിടെ കാണുന്നുണ്ടോ, ഇക്കയും മോളും കൂടി നല്ല ഉറക്കമാണ്. അവളിനി ഒരു 10-10:30 ആകുമ്പോൾ എഴുന്നേക്കും. ഇക്ക വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ എഴുന്നേക്കും കേട്ടോ. അപ്പോൾ അവരെഴുന്നേൽക്കുന്നതിന് മുമ്പേ നമ്മുടെ ജോലികളൊക്കെ തീർക്കണം. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വെള്ളം ഒന്ന് ആക്കി വെക്കട്ടെ. അതുപോലെ തന്നെ പുട്ടിന് നനച്ച് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. പൊടി എടുത്തത് ഇച്ചിരി കൂടിപ്പോയിട്ടോ. അറിയില്ല, നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുവാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഈ പുട്ടുകുറ്റിക്ക് ഒരു കുറ്റി പുട്ട് മതിയിട്ടോ. ഇവിടെ 3 പേർക്കും അത് തന്നെ ധാരാളമാണ്. പുട്ടാകുമ്പോൾ ആരും അത്ര ഒത്തിരി അങ്ങ് കഴിക്കുകയില്ല. പിന്നെ നേരം വൈകുന്ന സമയത്ത് നമുക്ക് പുട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് ഈസിയാണല്ലോ, വലിയ പണിയൊന്നുമില്ല. കടല വെള്ളത്തിലിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അത് ഇക്ക എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കറി വെക്കാൻ, കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റതിന് ശേഷമാണ് കടല വെള്ളത്തിയിട്ട്. ഇന്നലെ വൈകിട്ട് ഇച്ചിരി പയറും സാധനങ്ങളും എല്ലാം കൂടി മേടിപ്പിച്ചായിരുന്നു കേട്ടോ. ഓട്ടോക്കാരനെ വിട്ട് മേടിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് തോരന് അച്ചിങ്ങാപ്പയറാണ്. അച്ചിങ്ങാപ്പയറാകുമ്പോൾ നമ്മുടെ നേഹക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. അവളും കഴിച്ചോളും. അപ്പോൾ ഞാൻ അധികം അവൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാനാണ് ശ്രമിക്കൽ. ഈ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അതൊക്കെ ആകുമ്പോൾ അവൾ കഴിക്കും. അപ്പോൾ ഇച്ചിരി കഴിക്കുന്നത് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും അധികവും അങ്ങനത്തെ പച്ചക്കറി മാത്രമേ മേടിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടും ആയിക്കോളും. തോരൻ വെക്കണം, ചോറ് വെക്കണം, അങ്ങനെ ഓരോരോ പണിയെടുക്കുന്നുണ്ട്. അതിനിടക്ക് ഞാനിപ്പോൾ ഈ ആസ്മയ്ക്ക് ഇൻഹേലർ ഉപയോഗിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻഹേലർ ഉപയോഗിക്കുമ്പം എനിക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പം ഇൻഹേലർ ഉപയോഗിക്കുന്ന സമയത്ത് 3 നേരം ഉപയോഗിക്കുവേ. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 നേരം ഉപയോഗിക്കണം, നിങ്ങൾക്ക്
ഇച്ചിരി കുറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 100% പേർക്ക് മാത്രമാണ് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുക. അത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് വന്നേന്ന് പറഞ്ഞിട്ടോ ഡോക്ടർ. അത് പിന്നെ ഒത്തിരി ഭാഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടി 2 മണിക്കൂർ 1.5 മണിക്കൂറത്തേക്ക് ഒരു പണിയും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ കിടക്ക് തന്നെ വേണം. കയ്യും കാലൊക്കെ ഇങ്ങനെ വിറക്കും. ഒരു ശേഷിയും കിട്ടത്തില്ല എഴുന്നേറ്റ് നിൽക്കാൻ. ഹാർട്ട് ബീറ്റ് കൂടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. തട്ടി മുട്ടി എഴുന്നേറ്റും കിടന്നും ഒക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. അതിനിടക്കാണ് ഇപ്പൊ ഈ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ കയ്യിന്റെയും കാലിന്റെയും ചൊറിച്ചിലൊക്കെ വന്നേക്കുന്നത് കേട്ടോ. കയ്യിനും കാലിനും മാത്രമല്ല കേട്ടോ, എന്താ ഐസ് കഴിച്ചായിരുന്നു ഞാൻ മിനിഞ്ഞാന്ന്. അപ്പൊ ഈ നമ്മുടെ ചുണ്ടുണ്ടല്ലോ, ചുണ്ടിന് തണുപ്പ് തട്ടിയിട്ട് ഇങ്ങനെ എന്തോ പറയാ, ഭയങ്കരമായിട്ട് നീര് വെച്ച് എന്തോ പോലായി. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. അപ്പൊ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള പുട്ടുപൊടി എടുത്തു വെക്കാന്ന്. പിന്നെ വിചാരിച്ചു എന്തായാലും രാത്രി വർക്ക് ചെയ്യാനിരിക്കുന്ന സമയത്ത് ആള് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വരും. അപ്പം എന്നാൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാലും അതെടുത്ത് ചൂടാക്കി കഴിച്ചോളൂ കേട്ടോ ഇക്ക. അപ്പം എന്നാൽ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയിരിക്കുന്ന പുട്ടുപൊടിയും കൂടി നമുക്കങ്ങ് ഉണ്ടാക്കാം കേട്ടോ. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. തേങ്ങ ഒക്കെ ഇച്ചിരി പിസ്ക്കണം. പിസ്ക് കാണിച്ചിട്ടില്ലെങ്കിലേ ഒക്കത്തില്ല. ചെറുതായിട്ടൊന്ന് വെള്ളം നനക്കാൻ തോന്നും. ഒന്ന് ഡ്രൈ ആയെന്ന് തോന്നിയോണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചെടുത്തു കേട്ടോ. തേങ്ങയൊക്കെ മേടിക്കുമ്പോഴേ അതിൻ്റെയൊക്കെ വില അറിയത്തുള്ളൂ കേട്ടോ. മാസം ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തുമോ എന്തോ. എന്തെങ്കിലും കുറച്ച് മിച്ചം വെക്കാന്ന് വിചാരിച്ചാൽ ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടുന്നുണ്ട്. ഒന്നും മിച്ചം വെക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥ കേട്ടോ. എങ്ങനെയെങ്കിലും മിച്ചം വെച്ചൊരു വീട് സ്ഥലമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ വിലക്കായിട്ട് അതിനൊന്നും സമ്മതിക്കുകയില്ല. അപ്പോൾ ഇതും കൂടി അങ്ങ് ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ആകുമ്പോൾ ഇക്കാക്ക് രാത്രിയിൽ വലിയ കുഴപ്പമില്ലാതെ എടുത്ത് കഴിക്കാം. അതെ, ഞാൻ പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. ബാക്കിയുള്ള പയർ ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇത്രയും മതി ഞങ്ങൾക്ക്. ഇനി ഇത് കഴുകി ഒന്ന് അടുപ്പയിലിടണം, തോരനുണ്ടാക്കണം. രണ്ടാമത്തെ കുറ്റി പുട്ടാവുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചൊന്ന് ചോറും കൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ് കുക്കർ. ഇതിനകത്താണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. ഉപ്പിട്ടിട്ട് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ അങ്ങ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് വെന്തോളും. നമുക്ക് പണിയൊന്നുമില്ല. പുട്ട് ദേ ആവി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് പുറത്തോട്ടൊന്ന് മാറ്റിയിട്ട് അവിടെ പയർ വേവിക്കാനുള്ള ചട്ടി വെക്കാം കേട്ടോ. അങ്ങനെ ആ പുട്ട് ആയി. പുട്ടിൻ്റെ പരിപാടി തീർന്നു. നമുക്ക് ഈ 2 അടുക്കളയാവുമ്പോഴേ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, എന്തിനും ഏതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. കടുക് പൊട്ടിച്ച് സവോളയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളങ്ങ് പയറുണ്ടാക്കും കേട്ടോ. നമ്മുടെ കറിയിലും ഒന്നിലും പിന്നെ പച്ചമുളകൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മളങ്ങനെ പച്ചമുളക് വല്ലാതെ ഉപയോഗിക്കാറില്ല.
അത് ജസ്റ്റ് അവിടെ കിടന്നൊന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചിരവിയെടുക്കണം. നമ്മുടെ പയറ് വെച്ചപ്പോൾ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി തട്ടി തോർത്തി വെച്ചാൽ അതവിടെ കിടന്ന് വെന്തോളൂ കേട്ടോ. പിന്നെ ഇന്ന് കറിയായിട്ട് പരിപ്പും പടവലങ്ങയും കൂടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പടവലങ്ങ ഇരുന്ന് ഇച്ചിരി ചെറുതായിട്ട് ഇങ്ങനെ വാടുന്ന പോലെ ആവുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാനൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് പരിപ്പും കൂട്ടി നമുക്ക് വേവിക്കാൻ വെക്കണം. നമ്മുടെ ചോറ് അവിടെ വേവുന്നുണ്ട്. പയറ് തോരനും ഇതേണ്ട ഞാൻ ഇപ്പോൾ തുറന്ന് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം സെറ്റായി തുടങ്ങി. അതേ നമ്മുടെ പരിപ്പും പടവലവും ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി കുത്തിയതും എല്ലാം കൂടി ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതും വേവാൻ വെക്കുക കേട്ടോ. പയറ് ഏകദേശം റെഡിയായി കേട്ടോ. ഓഫാക്കി കൊടുക്കുവാണ്. ഇനി നമുക്ക് മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഞാൻ. അത് വെട്ടിയെടുത്തിട്ട് വേണം വറുക്കാൻ. അപ്പോഴത്തേക്ക് ഇച്ചിരി പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ നമ്മുടെ വീടൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിടണം. നമ്മൾ മീൻ വെട്ടാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഇന്ന് ചെമ്മീൻ കൊണ്ടുവന്നു കേട്ടോ. മീൻ കൊണ്ടുവരുന്ന ആൾ ചെമ്മീനും കൊണ്ടുവന്നു. അപ്പോൾ നമ്മളത് മേടിച്ചിട്ട് ക്ലീൻ ചെയ്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതൊന്ന് ഫ്രൈ ആവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിത് ചെമ്മീനെല്ലാം വറുത്തെടുത്തു കേട്ടോ. നമുക്ക് ഇത് സെയിം എണ്ണയിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കാം കേട്ടോ. സവോളയും തക്കാളിയൊക്കെ ഞാൻ കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലോട്ട് തന്നെ നമ്മുടെ സവോള അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വിടർത്തി എടുത്തിട്ട് ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഫ്ലെയിം കുറച്ചു. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഇപ്പം അടച്ചു വെക്കാൻ പെട്ടെന്ന് ആയിക്കോളും. ഉള്ളി വഴണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പുറത്താന്ന് ഞാൻ കറി ഒന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടേ ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇച്ചിരി കടുക് ഇട്ട് പൊട്ടിക്കാം കേട്ടോ. കുറച്ച് കടുക്, ചെറിയുള്ളിയും എന്തോടി എന്തേ കടുക് ഇട്ടിട്ടാണ് ഓടിയേ കുഞ്ഞാ? എടി കടുക് പൊട്ടിക്കറിയത്തില്ലെങ്കിൽ പോരെ. നീ ഇത്രയും ദൂരെയല്ലേ നിൽക്കുന്നത്. ക്യാമറ പറയരുത് കേട്ടാ. കടുക് പൊട്ടിയിട്ട് പിന്നെ നമുക്ക് ചെറിയുള്ളി അറിയില്ല, ക്യാമറ പറയരുത്. ചെമ്മീൻ ഉണ്ടാക്കാനേ. ഇതിനകത്തോട്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളിയാണ്. ടൊമാറ്റോ ചോച്ച് അല്ല, ടൊമാറ്റോ. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയും കറിവേപ്പില ഒരുമിച്ചിടാം. ഇളക്കുവാന്ന് പറഞ്ഞ്
അതെ പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം കൂടി ഒഴിവാട്ടോ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇച്ചിരി അതിൽ ഇച്ചിരി തിളപ്പിച്ച വെള്ളം കേട്ടോ. നല്ല മണമുണ്ട്, നല്ല മണമുണ്ട്. നമ്മൾ അടിച്ച് ചേർക്കാം. ഇതൊക്കെ നന്നായി ചെമ്മീനിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ഇടാം കേട്ടോ. ചെമ്മീനിലോട്ട് മസാലപ്പൊടി ഇടാട്ടോ. മസാല ഇട്ടിട്ടുണ്ട്, മസാല ഇട്ടിട്ടുണ്ട്. ഇതെന്താ? ഇതെന്താ? മഞ്ഞൾപ്പൊടി. അത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുളകാണ് ഇടാൻ പോണ, മുളക് പൊടിയാണ് ഇടാൻ പോണത്. എന്നാലും അടക്കണം. മുളക് പൊടിന്റെ അവിടെ ഇരിക്കുന്ന അറിയോ, അതാണ് മുളക് പൊടി. അതിപ്പോ അതിൽ ചേർത്ത് ആയിക്കട്ടെ. അളക്കുവാണ് ഞങ്ങൾ. ഇച്ചിരി ഗരം മസാല ഇട്ടോ, ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആണോ? ഇറങ്ങിക്ക ഇറങ്ങിക്ക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നതേ ഒരു അരമുറി നാരങ്ങയുടെ നീരാട്ടോ. നാരങ്ങയുടെ നീരൊഴിക്കാൻ പോവാണ്. നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നാരങ്ങയുടെ നീരൊഴിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് നല്ല മണമുണ്ട്, നല്ല മണമുണ്ട്. ഞാൻ പണ്ടൊക്കെ നമ്മള് ഈ ചെമ്മീൻ അങ്ങോട്ട് ഇടുക. ചെമ്മീൻ അങ്ങ് ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം അതിൽ വട്ടം പോലെ അളക്കുന്നുണ്ട്. നല്ല മണം പറഞ്ഞ കുഞ്ഞിലൊക്കെ തിന്നാറുണ്ട്. ഉപ്പിടുക കേട്ടോ. ഉപ്പിട്ടിട്ടില്ലേ ഇതുവരെ. നമ്മൾ ചെമ്മീന് ഉപ്പിട്ടിട്ടാൽ വേവിച്ചത്, പക്ഷെ സവോളയില് മസാലയ്ക്ക് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. നോക്കിയിടുക, കാരണം ആ എണ്ണയിൽ തന്നെ അല്ലേ നമ്മൾ സവോള വഴറ്റിയത്. അപ്പോൾ കൂടി പോകണ്ട. ഇത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചതിനകത്ത് ഇച്ചിരി ചുടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല മണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിലെയൊക്കെ തിന്നാറ്. ഇത് ഇച്ചിരി വെള്ളം, ഒത്തിരി ഇല്ല കേട്ടോ, കുറച്ച്. എന്നിട്ട് ഇത് ഇതിനകത്ത് കിടന്ന് ഒന്നിങ്ങ് എന്താ പറയുക മിക്സ് ആവണം. അടച്ചു വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന്റെ പരിപാടി കഴിഞ്ഞു. കുളിക്കണ്ടേടി? ലഞ്ചിന്റെ പറഞ്ഞാ മതി. ലഞ്ച് അങ്ങനെ ഇതാ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് പോകുന്നതാ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്റർനെറ്റിന്റെ കാര്യത്തിലൊക്കെ കുറെ തിരക്കിലായി. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇന്നൊരു സ്ട്രീം ചെയ്തിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമൂലമൊക്കെ ഇരുന്നു, അങ്ങനെ സമയം പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ വൈകിട്ട് ഇതേ മോൾക്ക് ചായ കൊടുത്തതാണ്. എന്താ കുഞ്ഞ കഴിക്കുന്നു? ചായയും ക്രീം ബിസ്ക്കറ്റും കൂടി, സ്ട്രോബെറിയുടെ ക്രീം ബിസ്ക്കറ്റും കൂടി കഴിക്കട്ടോ ആള്.
അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.